കർമ്മം, കർമ്മഫലം, പൂർവജന്മ കർമ്മ ഫലങ്ങളുടെ ദുരിതങ്ങൾ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ കർമ്മ ഫലങ്ങളുടെയൊക്കെ ദുരിതങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ പല വഴികളും ഉണ്ടെന്ന് ചർച്ച ചെയ്തു. അതിലൊന്നാണ് യോഗമാർഗം. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ഇനി അതിൽ തന്നെ നമുക്ക് യോഗമാർഗത്തിലൂടെ എങ്ങനെ ആത്മീയതയിലേക്ക് എത്താം, അല്ലെങ്കിൽ ആത്മീയത എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ധാരാളമായിട്ട് കേൾക്കുന്നതാണ് ആത്മീയത, സ്പിരിച്വൽ. ഞാനൊരു സ്പിരിച്വൽ പേഴ്സൺ ആണെന്ന് മിക്കവരും പറയുന്നുണ്ട്. പറയുന്ന അത്ര ഈസി ആണോ ഈ സ്പിരിച്വൽ പാത എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം വളരെ ടഫായിട്ടുള്ള, അതായത് ഒട്ടും നീന്തലറിയാത്ത ഒരാളെ നടുക്കടലിലേക്ക് എടുത്തിട്ടിട്ട് അയാൾ അതിൽ നിന്ന് നീന്തി രക്ഷപ്പെടുന്ന അവസ്ഥയാണ് ആത്മീയത. അല്ലാതെ വളരെ ഈസി ആയിട്ടുള്ളൊരു പാത്തൊന്നും അല്ല അത്. എന്തായാലും ഒരുപാട് പേര് ആത്മീയതയുടെ പാതയിലൂടെ സഞ്ചരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത് ആത്മീയത എന്താണെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒന്ന് നോക്കാം. ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്. എന്തിനാണ്? നമ്മുടെ ശരീരം വളർന്ന് ആരോഗ്യത്തോടെ വികാസം പ്രാപിക്കാൻ പോഷണങ്ങൾ ആവശ്യമാണ്. ഈ പോഷണം നമുക്ക് ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ആന്തരികമായിട്ടുള്ള ബോധം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ബോധത്തിനും ഇതുപോലെ പോഷണം കിട്ടിയെങ്കിലേ ആ ബോധം വളരുള്ളൂ. അത് വളരാനുള്ളൊരു ഭക്ഷണമാണ് ഈ ആത്മീയത. അത്രേ ഉള്ളൂ. ശരീരം മാത്രം വളർന്നുകൊണ്ട് പാടില്ല, ബോധം കൂടി വളരണമല്ലോ. അത് അത്രേ ഉള്ളൂ. അത്ര സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഭയങ്കര വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മളിപ്പോൾ വളരെ സിംപ്ലിഫൈ ചെയ്തത് പറഞ്ഞ് നമുക്ക് പിന്നീട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ബോധം വളർന്ന് വികാസം പ്രാപിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ യോഗമാർഗത്തിൽ എന്തൊക്കെ തരത്തിൽ നമുക്ക് പോകാമെന്ന് ചിന്തിക്കാം. ഇവിടെയാണ് നമ്മൾ 7 ചക്രങ്ങൾ ഓപ്പൺ ആക്കുന്നതിൻ്റെയൊക്കെ ഗുണങ്ങൾ. അതെങ്ങനെയൊക്കെയാണ്, അത് ഈസി ആണോ, അതെങ്ങനെയൊക്കെ പോകണം എന്നുള്ളതൊക്കെ നോക്കാം. 7 ചക്രങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ധാരാളമായിട്ട് കേൾക്കുന്നതാണ്. കുണ്ടലിനി യോഗ, കുണ്ടലിനി ഓപ്പണാക്കി കൊടുക്കുന്നു എന്നത് കേൾക്കുന്നുണ്ട്. ഇതൊന്നും വിചാരിക്കുന്ന പോലെ ഓപ്പണാക്കി കിട്ടുന്ന പരിപാടിയൊന്നുമല്ല. എന്ത് തന്നെ ആയാലും യോഗമാർഗത്തിലൂടെ പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് നടക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ ചക്രമായിട്ടുള്ള മൂലാധാര ചക്രത്തെക്കുറിച്ച് നമുക്ക് ഇന്നൊന്ന് നോക്കാം. മൂലാധാരം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിലുണ്ട് ഏറ്റവും ബേസ് ആയിട്ടുള്ളത്, ആധാരമായിട്ടുള്ളത് എന്താണോ അതാണ് മൂലാധാര ചക്രം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിയിലായിട്ട് സ്ഥിതി ചെയ്യണം, അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് മൂലാധാര ചക്രം. ആന്തരിക ഊർജമായിട്ടുള്ള നമ്മളിപ്പോൾ പറഞ്ഞ കുണ്ടലിനി ശക്തി അവിടെയാണ് കിടക്കുന്നത്. ഈ പറഞ്ഞ മൂലാധാര കേന്ദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിദ്രാവസ്ഥയിലാണ്. ഇവിടെയാണ് ഇതിനെ നമ്മൾ വേറൊരു പേര് കൂടി പറയുന്നുണ്ട്, ലൈംഗിക കേന്ദ്രം എന്ന് പറയുന്നു. അതായത് ഒരു മനുഷ്യന്റെ മൂലാധാര കേന്ദ്രത്തിലാണ് അവന്റെ സെക്ഷൽ ഓർഗൻസ്. ഇപ്പോൾ പുരുഷനാണെങ്കിൽ വൃഷണം, സ്ത്രീ ആണെങ്കിൽ ഓവറി, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ പറഞ്ഞ മൂലാധാര കേന്ദ്രത്തിലാണ്. ഇനി എന്താ പ്രത്യേകത? ഈ പറഞ്ഞ കുണ്ടലിനി ശക്തി അവിടെ ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞു. സർപ്പാകൃതിയിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അവിടെയാണ് നമ്മുടെ പൈതൃക വാസനകളും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വാസനകളെ കുറിച്ച് ചർച്ച ചെയ്തത് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഉറങ്ങിക്കിടക്കുകയാണ് വാസനകൾ എന്ന് പറഞ്ഞു. ഇത് എപ്പോഴാണ് ഓപ്പൺ ആവുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ സെക്ഷൽ എനർജി ഓപ്പൺ ആകുമ്പോഴാണ്. സെക്ഷൽ എനർജി ഓപ്പൺ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു പുതിയ ജീവനെ ഭൂമിയിലേക്ക് സമ്മാനിക്കുന്ന സമയമാണ് സെക്ഷൽ എനർജി ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ. ഉടനെ നമ്മുടെ പൈതൃക വാസനകളും അതോടൊപ്പം, ഒരു കുഞ്ഞ് ജനിക്കുന്നതോടൊപ്പം പൈതൃക വാസനകൾ അവൻ്റെ ഒപ്പം വരികയാണ്, അല്ലെങ്കിൽ അവളുടെ ഒപ്പം വരികയാണ്. അപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അവയർനെസ് എന്ന് പറഞ്ഞ സംഭവം. എപ്പോഴും പറയും യോഗ അവയർനെസ്സോട് കൂടി ചെയ്യാൻ പറയും. എന്താണ് അവയർനെസ്? നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ആക്ഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ആസനാസ് കറക്റ്റ് ചെയ്യുക, പ്രാണായാമം ചെയ്യുമ്പോൾ ശ്വാസം കറക്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അവയർനെസ് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല അവയർനെസ്. യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ യോഗ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം മൂലാധാര ചക്രം ഓപ്പൺ ആവുന്നു. അത് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ സെക്ഷൽ എനർജി ഓപ്പൺ ആവുന്നു. അതാണ് യോഗ ചെയ്യുമ്പോൾ പലരും സെക്സിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നും കുറച്ച് നാളത്തേക്ക്. ഈ പറഞ്ഞ പോലെ അതൊരു വൈകൃതമായിട്ടല്ല പറയുന്നത്. സെക്ഷൽ എനർജി ഓപ്പൺ ആകുമ്പോൾ സെക്സിനോട് ഇഷ്ടം തോന്നുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് കൂടി പറഞ്ഞു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പൈതൃക വാസനകളുണ്ട്, എല്ലാം ചർച്ച ചെയ്തു. ഈ പറഞ്ഞ സെക്ഷൽ എനർജി ഓപ്പൺ ആവാൻ കാരണം അവിടെയാണ് ശക്തി ഇരിക്കുന്നത്. ശക്തിയാണ് ഈ പ്രകൃതിയിലേക്ക് ഒരു ജീവനെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ശക്തി മാത്രമല്ല അവിടെ ഇരിക്കുന്നത്, ഗണപതിയുടെയും കൂടെ ഇരിപ്പിടമാണ് ഈ പറഞ്ഞ മൂലാധാര കേന്ദ്രം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മൂലാധാര ചക്ര ഓപ്പൺ ആകുമ്പോൾ ശക്തി ഉണർന്നെണീക്കുന്നതോടൊപ്പം തന്നെ
ബോധവും വരണം. ശക്തി മാത്രം ഉണ്ടായാൽ പോരാ, ബോധം വേണമെന്ന് നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ബോധവും ഒപ്പം ഉണരണം. എന്നിട്ട് എന്താണ്, അതിനെ നമ്മളുടെ കൺട്രോളിൽ വരുത്തണം. ഇവിടെ മൂലാധാര ചക്രം ഓപ്പൺ ആകണമെങ്കിൽ മൂലാധാര കേന്ദ്രം ഈ പറഞ്ഞ കുണ്ഡലിനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, കുണ്ഡലിനി യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലാം എന്നാണ് മൂലാധാരത്തിൻ്റെ ചക്രത്തിൻ്റെ മന്ത്രം. ഈ ലാം എന്ന മന്ത്രം ഉപയോഗിച്ച് മൂലാധാര ചക്രം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോധവും ശക്തിയും ഒരുപോലെ ഉണർന്നു പ്രവർത്തിക്കുന്നു. ഇതാണ് ഫസ്റ്റത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ചക്രമായിട്ടുള്ള മൂലാധാര ചക്രത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനേ ഉള്ളൂ. അടുത്ത തവണ നമുക്ക് രണ്ടാമത്തെ ചക്രമായിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രം എന്താണെന്നും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നും അതിൻ്റെ മന്ത്രം എന്താണെന്നും നമുക്ക് നോക്കാം. ഇവിടെ മൂലാധാര ചക്രത്തിൻ്റെ നിറം ചുവപ്പാണ്. 4 ഇതിലുള്ള ഒരു പൂവിനോടാണ് ഇതിനെ ഉപമിച്ചിരിക്കുന്നത്. താങ്ക് യു.